ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത പ്രോപ്പർട്ടീസിന് വരുന്ന വേരിയേഷനാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അടുത്ത പ്രോപ്പർട്ടി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇവിടെ മെറ്റൽസിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റൽ 2 പോസിറ്റീവ് അയോൺ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് മെറ്റലായിട്ട് വരുമ്പോൾ വരുന്ന പൊട്ടൻഷ്യലാണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 3 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ, അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഹൈഡ്രേഷൻ എൻതാൽപ്പി. സോ എൻതാൽപ്പി ഓഫ് atomization, then ionization enthalpy and hydration enthalpy. Enthalpy of atomization എന്നാൽ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്നും ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഇൻഡിവിജ്വൽ ആറ്റംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ട എൻതാൽപ്പി ചേഞ്ച് അഥവാ എനർജി ചേഞ്ചാണ്. അയണൈസേഷൻ എൻതാൽപ്പി എന്നാൽ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എൻതാൽപ്പിയാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്നാൽ ഒരയോൺ പൂർണ്ണമായും ഹൈഡ്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ അഥവാ സോൾവേറ്റ് ചെയ്യപ്പെടുമ്പോൾ റിലീസ് ചെയ്യുന്ന എൻതാൽപ്പിയാണ്. ഇവിടെ ഡി ബ്ലോക്ക് എലമെൻസിൽ ഫസ്റ്റ് സീരീസ് 3D സീരീസിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്തോറും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുകയാണ് അഥവാ ലെസ് നെഗറ്റീവ് ആകാൻ തുടങ്ങുന്നു. അതിൻ്റെ കാരണം പീരിയഡിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു എന്നതാണ്. ഇവിടെ കോപ്പറിന് മാത്രം ഉയർന്ന പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് ഉള്ളത്. നമുക്കറിയാം ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ 0.00 വോൾട്ടാണ്. ഹൈഡ്രജൻ്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ 0.00 വോൾട്ടാണ്. കോപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻസിനും ഹൈഡ്രജനേക്കാൾ താഴ്ന്ന പൊട്ടൻഷ്യലാണുള്ളത്. അഥവാ അവ ഹൈഡ്രജനേക്കാൾ നല്ല റെഡ്യൂസിങ് ഏജൻ്റാണ്. ഈസിയായി ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു. നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള ഈ എലമെൻസിന് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ കോപ്പറിന് ഡൈല്യൂട്ട് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാനേ സാധിക്കില്ല. എന്തുകൊണ്ടാണ് കോപ്പറിന് ഉയർന്ന പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളത്? അയണൈസേഷൻ എൻതാൽപ്പിയുമായി ബന്ധപ്പെടുത്തി നമുക്ക് അത് ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. കോപ്പർ അറ്റോമിക് നമ്പർ 29, കോൺഫിഗറേഷൻ ആർഗൺ 3d10 4s1 എന്നാണ്. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേബിളായ 3d10 എന്ന കോൺഫിഗറേഷൻ വരുന്നു. രണ്ടാമതൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് കോപ്പറിൻ്റെ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി വളരെ ഹയറാണ്. സോ മറ്റു എലമെൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ സം എന്ന് പറയുന്നത് വളരെ ഹയറാണ്. അതുകൊണ്ടാണ് കോപ്പറിന് ഉയർന്ന പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളത്. ഏതാനും എലമെൻസിന് അനോമലസായി താഴ്ന്ന പൊട്ടൻഷ്യൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. മാംഗനീസ്, അതുപോലെ തന്നെ സിങ്ക്. ഈ എലമെൻസിൻ്റെ താഴ്ന്ന പൊട്ടൻഷ്യൽ നമുക്ക് അയണൈസേഷൻ എൻതാൽപ്പിയുമായി കണക്ട് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. 25 manganese, its a configuration argon 3d5 4s2. 30 single, its a configuration argon 3d10 4s2. ഈ എലമെൻസിൽ നിന്നും 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേബിളായ ഹാഫ് ഫിൽഡ് D5 കോൺഫിഗറേഷനും ഫുള്ളി ഫിൽഡ് D10 കോൺഫിഗറേഷനുമാണ് ലഭിക്കുന്നത്. സോ ഈ 2 എലമെൻസിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഈസിയാണ്. അഥവാ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ സമ്മ് വളരെ ലോവറാണ്.
ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ സമ്മ് ലോവർ ആയതുകൊണ്ടാണ് മാംഗനീസിനും സിങ്കിനും അനോമലസ് ആയി ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത്. സോ ഈ എലമെൻസിൻ്റെ അനോമലസ് ആയി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ ആ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അവിടെ അയണൈസേഷൻ എൻതാൽപ്പിയിലെ ഡിഫറൻസ് അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പിയിലെ മാറ്റം എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിക്കലിന് താഴ്ന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് ഉള്ളത്. നിക്കലിൻ്റെ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് കാരണം അതിൻ്റെ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ഹൈ നെഗറ്റീവ് ആയതുകൊണ്ടാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Why is the E standard value for Mn3 positive Mn2 positive couple much more positive than that for chromium or iron couple? Explain. മാംഗനീസ് 3 പോസിറ്റീവ് മാംഗനീസ് 2 പോസിറ്റീവ് കപ്പിളിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തൊട്ട് ഇപ്പുറത്തുള്ള ക്രോമിയം കപ്പിളിനേക്കാളും തൊട്ടപ്പുറത്തുള്ള അയൺ കപ്പിളിനേക്കാളും ഹയറാണ്. എന്താണ് കാരണം? ഇവിടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ്. 25 മാംഗനീസ്, ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് 3d5 4s2. Mn3 പോസിറ്റീവ്, ഇതിൽ നിന്നും 3 ഇലക്ട്രോൺസ് ലോസ് ചെയ്യണം. 3 ഇലക്ട്രോൺ ലോസ് ചെയ്താൽ 3d4 എന്ന കോൺഫിഗറേഷനാണ് വരുന്നത്. അത് Mn2 പോസിറ്റീവായിട്ട് മാറുകയാണ് എങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടി അധികം ഉണ്ടായിരിക്കും, ഇവിടെ 3d5. സോ Mn3 പോസിറ്റീവ് Mn2 പോസിറ്റീവായിട്ട് മാറിയാൽ സ്റ്റേബിളായ D5 കോൺഫിഗറേഷനാണ് ലഭിക്കുന്നത്. അതിനാലാണ് മാംഗനീസ് കപ്പിളിന് ഉയർന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ളത്. അതേസമയം അയൺ 26 അയൺ കോൺഫിഗറേഷൻ ഈസ് 3d6 4s2 എന്നാണ്. Fe3 പോസിറ്റീവ് 3 ഇലക്ട്രോൺസ് ലോസ് ചെയ്യുന്നു. സോ 3d5 എന്ന കോൺഫിഗറേഷൻ ലഭിക്കുന്നു. അത് Fe2 പോസിറ്റീവായിട്ട് മാറിയാൽ 3d6 എന്ന്, അതായത് സ്റ്റേബിളായ 3d5 എന്ന കോൺഫിഗറേഷൻ ഇല്ലാതാവുകയാണ് Fe2 പോസിറ്റീവായിട്ട് മാറുമ്പോൾ. സ്വാഭാവികമായും അതിന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ലോവർ ആയിരിക്കും. അതേപോലെ തന്നെ ക്രോമിയം 24 ക്രോമിയം കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3d5 4s1. ക്രോമിയം 3 പോസിറ്റീവ് കോൺഫിഗറേഷൻ ഈസ് 3d3. 1 2 3 ഇലക്ട്രോൺ പോയ 3d3. ദെൻ ക്രോമിയം 2 പോസിറ്റീവായിട്ട് മാറിയാൽ 3d4. സോ ഇവിടെ Mn3 പോസിറ്റീവ് Mn2 പോസിറ്റീവായിട്ട് മാറുമ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് മാംഗനീസ് കപ്പിളിന് ഉയർന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വൈ കോപ്പർ 1 പോസിറ്റീവ് ഈസ് നോട്ട് സ്റ്റേബിൾ ഇൻ aqueous സൊല്യൂഷൻ. കോപ്പർ 1 പോസിറ്റീവിന് 3d10 എന്ന കോൺഫിഗറേഷൻ ആണ് എങ്കിലും aqueous സൊല്യൂഷനിൽ അത് സ്റ്റേബിൾ അല്ല. എന്താണ് കാരണം? ഇവിടെ കോപ്പർ 1 പോസിറ്റീവ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷന് വിധേയമായി കോപ്പർ 2 പോസിറ്റീവായി മാറുകയാണ് ചെയ്യുന്നത്. കോപ്പർ 1 പോസിറ്റീവ്, ഇറ്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിറ്റീവ് 1. കോപ്പർ 2 പോസിറ്റീവ് പോസിറ്റീവ് 2. കോപ്പർ 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ കോപ്പർ പോസിറ്റീവ് 1ൽ നിന്നും പോസിറ്റീവ് 2 ആയിട്ട് കൂടുന്നു, അഥവാ ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പർ 1 പോസിറ്റീവിൽ നിന്ന് 0 ആയിട്ട് കുറയുന്നുണ്ട്, അഥവാ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. സെയിം എലമെൻ്റ് തന്നെ ഓക്സിഡേഷനിലും റിഡക്ഷനിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിയാക്ഷനെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ കോപ്പർ 1 പോസിറ്റീവ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷന് വിധേയമാകുന്നു. അതിന് കാരണം കോപ്പർ 2 പോസിറ്റീവ് അതിൻ്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഹൈ നെഗറ്റീവാണ് എന്നതാണ്. കോപ്പർ 2 പോസിറ്റീവിന്
ഹൈ നെഗറ്റീവ് ഹൈഡ്രേഷൻ എൻതാൽപ്പി ഉള്ളതുകൊണ്ടാണ് കോപ്പർ 1 പോസിറ്റീവ് ലെസ് സ്റ്റേബിൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why chromium 2 positive is reducing and Mn 3 positive is oxidizing when both have D4 configuration? ക്രോമിയം 2 പോസിറ്റീവിനും Mn 3 പോസിറ്റീവിനും D4 കോൺഫിഗറേഷൻ ആണ്. എങ്കിലും ക്രോമിയം 2 പോസിറ്റീവ് റെഡ്യൂസിങ് ഏജൻ്റായി ആക്ട് ചെയ്യുന്നു. അതേസമയം Mn 3 പോസിറ്റീവ് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്ത് നമുക്കിവിടെ ആൻസർ നൽകാനായി സാധിക്കും. ക്രോമിയം അറ്റോമിക് നമ്പർ 24, ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3d5 4s1. ക്രോമിയം 2 പോസിറ്റീവ്, ഇവിടെ 2 ഇലക്ട്രോൺ ലോസ് ചെയ്യണം. സോ ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് 3d4. സിമിലർലി മാംഗനീസ് atomic number 25, its configuration is argon 3d5 4s2. Manganese 3 positive, 3 electron loss ചെയ്യണം. So configuration is 3d4. ഇവിടെ ക്രോമിയം 2 പോസിറ്റീവ് ഒരു റെഡ്യൂസിങ് ഏജൻ്റായി ആക്ട് ചെയ്യുന്നു. റെഡ്യൂസിങ് ഏജൻറ്റ് എല്ലായ്പ്പോഴും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രോമിയം 2 പോസിറ്റീവ് ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ Cr3 പോസിറ്റീവായി മാറും. അതിൻ്റെ കോൺഫിഗറേഷൻ 3d3 ആയി മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് അക്വസ് മീഡിയത്തിൽ ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസ് കോർഡിനേഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യും. സോ ഡി ഓർബിറ്റൽസ് 2 സെറ്റായി സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ D3 എന്ന കോൺഫിഗറേഷൻ സ്റ്റേബിളായ T2G3 എന്ന ഒരു കോൺഫിഗറേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. T2G3 എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായ ഒരു കോൺഫിഗറേഷനാണ്. അതുകൊണ്ടാണ് ക്രോമിയം 2 പോസിറ്റീവ് ഒരു റെഡ്യൂസിങ് ഏജൻ്റായി ആക്ട് ചെയ്യുന്നത്. അതേസമയം Mn 3 പോസിറ്റീവ് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അതൊരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് Mn 2 പോസിറ്റീവായി മാറും. സോ ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് 3d5. നമുക്കറിയാം ഡി ഓർബിറ്റിൽ ഇവിടെ ഹാഫിൽഡ് ആണ്. സോ അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് മാംഗനീസ് 3 പോസിറ്റീവ് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റായി ആക്ട് ചെയ്യുന്നത്. അടുത്തതായി ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് ചർച്ച ചെയ്യാനുള്ളത്. മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ എലമെൻസും ട്രാൻസിഷൻ മെറ്റൽ അയോൺസും പാരാമാഗ്നറ്റിക് ആണ്. ട്രാൻസിഷൻ മെറ്റൽസ് പാരാമാഗ്നറ്റിക്കായി ആക്ട് ചെയ്യുന്നത് അവയിൽ ലാർജ് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ്. എസ് ബ്ലോക്ക് എലമെൻസും പി ബ്ലോക്ക് എലമെൻസും പ്രധാനമായും ഡയാമാഗ്നറ്റിക് ആണ്. എന്നാൽ ഡി ബ്ലോക്ക് എലമെൻസ് പാരാമാഗ്നറ്റിക് ആണ്. സ്പിൻ ഒൺലി ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ അഥവാ മെറ്റൽ അയോൺസിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സ്പിൻ ഒൺലി ഫോർമുല mu ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2 എന്നതാണ്. ഇവിടെ n എന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. സോ ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായി സ്പിൻ ഒൺലി ഫോർമുല യൂസ് ചെയ്യുന്നു. സ്പിൻ ഒൺലി ഫോർമുല mu ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2. ഇവിടെ n എന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. നമുക്കൊരു ഉദാഹരണം ശ്രദ്ധിക്കാം. കൊബാൾട്ട് 2 പോസിറ്റീവിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27, ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3d7 4s2. കൊബാൾട്ട് 2 പോസിറ്റീവ്. സോ 2 ഇലക്ട്രോൺസ് ലോസ് ചെയ്യണം. സോ ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് 3d7. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അതിൽ 7 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് എന്ന്. അങ്ങനെയല്ല, ബോക്സ് ടൈപ്പ് ഫോർമുല വരച്ചു നോക്കണം. d7 7 ഇലക്ട്രോൺസ് ആണ്. 1
2 3 4 5 6 7. ഇവിടെ 2 ജോഡി ഇലക്ട്രോൺസ് പെയർഡ് ആണ്. സോ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 3 ആണ്. സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് n ഈസ് ഇക്വൽ ടു 3. സോ മാഗ്നറ്റിക് മൊമെന്റ് mu ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് n into n plus 2. So it is equal to root 3 into 3 plus 2. So it is equal to root 15. Root 15 is equal to 3.87. So cobalt 2 positive in the magnetic moment 3.87 Bohr magneton ആണ്. ഇവിടെ നിന്ന് നമുക്ക് വേറൊരു ചോദ്യവും വരാറുണ്ട്. തന്നിരിക്കുന്ന ഡി ബ്ലോക്ക് മെറ്റൽസിനെ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസിനെ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. നമുക്കറിയാം ഒരു സ്പീഷീസിലെ എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്കായി ആക്ട് ചെയ്യുന്നു. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. കൺസിഡർ എ ക്വസ്റ്റ്യൻ. Classify the following into diamagnetic and paramagnetic. Say scandium 3 positive, cobalt 3 positive, copper 2 positive and zinc 2 positive. ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന സ്പീഷീസിനെ ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. നമുക്കിവിടെ പാരാമാഗ്നറ്റിക് ആണോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും അതിലുണ്ടായിരിക്കണം. അതായത് D0, D10 എന്നീ കോൺഫിഗറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്പീഷീസും പാരാമാഗ്നറ്റിക് ആയിരിക്കും. സോ ഒരു ഡി ബ്ലോക്ക് മെറ്റൽ അയോണിൽ D0 അല്ലെങ്കിൽ D10 കോൺഫിഗറേഷൻ ആണ് എങ്കിൽ അത് ഡയാമാഗ്നറ്റിക്, ബാക്കിയെല്ലാം പാരാമാഗ്നറ്റിക് ആയിരിക്കും. കൺസിഡർ സ്കാൻഡിയം. ഇറ്റ്സ് അറ്റോമിക് നമ്പർ 21. So configuration is argon 3d1 4s2. ഇത് 3 ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു. സോ സ്കാൻഡിയം 3 പോസിറ്റീവിൻ്റെ കോൺഫിഗറേഷൻ ആർഗൺ 3d0 എന്നാണ്. സോ 3d0 ആയതുകൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് ആണ്. നെക്സ്റ്റ് സ്പീഷ്യസ് കൊബാൾട്ട് 3 പോസിറ്റീവ്. കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27. ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് argon 3d7 4s2. കൊബാൾട്ട് 3 പോസിറ്റീവ്, 3 ഇലക്ട്രോൺസ് ലോസ് ചെയ്യണം. ഇറ്റ് ഈസ് 3d6. 3d6 ആയതുകൊണ്ട് ഇവിടെ 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. നെക്സ്റ്റ് സ്പീഷ്യസ് കോപ്പർ 2 പോസിറ്റീവ്. കോപ്പർ അറ്റോമിക് നമ്പർ 29. ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് 3d10 4s1. 2 ഇലക്ട്രോൺസ് ലോസ് ചെയ്താൽ Cu2 പോസിറ്റീവ്. ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3d9. ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് ഈ സ്പീഷ്യസ് പാരാമാഗ്നറ്റിക് ആണ്. നൗ സിങ്ക് അറ്റോമിക് നമ്പർ 30. ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് 3d10 4s2. സിങ്ക് 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തിയാൽ ഇറ്റ്സ് കോൺഫിഗറേഷൻ 3d10. All electrons are paired here, so it is diamagnetic. ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ അടുത്ത പ്രോപ്പർട്ടി അത് കളേർഡ് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ്. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് മാത്രം കൂടിച്ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട്സ് എല്ലായ്പ്പോഴും കളർലെസ് ആയിരിക്കും. അതേസമയം ഡി ബ്ലോക്കിലെ എലമെൻറ്റ്സ് അടങ്ങിയ കോമ്പൗണ്ട്സ് ആണെങ്കിൽ അവ കളർ ഉള്ളതായിരിക്കും. ഉദാഹരണമായി സോഡിയം ക്ലോറൈഡ്. നിങ്ങൾക്കറിയാം സോഡിയവും ക്ലോറിനും എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് ആണ്. ഇവ കൂടിച്ചേർന്നുണ്ടാകുന്ന സോഡിയം ക്ലോറൈഡ് വൈറ്റാണ് ഇപ്പോൾ കളർ. ബാറ്ററി ഡിസോൾവ് ചെയ്താൽ അത് കളർലെസ് ആയിരിക്കും. എന്നാൽ ഡി ബ്ലോക്കിലെ എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട്സിന് കളർ ഉണ്ടായിരിക്കും. ഉദാഹരണമായി ഇത് കോപ്പറിൻ്റെ ഒരു കോമ്പൗണ്ടാണ്, കോപ്പർ സൾഫേറ്റ് ആണ്. ഇത് മാംഗനീസിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഇത് ക്രോമിയത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട്സിന് കളർ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട്സിന് കളർ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം.
നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. ഡി ഓർബിറ്റൽസ് അതിൻ്റെ ജോമെട്രി നിങ്ങൾക്കറിയാം. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഡി ഓർബിറ്റൽസ് 2 സെറ്റായി സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ ഡി എക്സ് വൈ, ഡി എക്സ് ഇസഡ്, ഡി വൈ ഇസഡ് എന്നീ ഓർബിറ്റൽസിന് സിമിട്രി ഒരേപോലാണ്. അതേസമയം ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി ഇസഡ് സ്ക്വയർ എന്നീ ഓർബിറ്റൽസിന് വേറൊരു ജിയോമെട്രിയാണ്. അതുകൊണ്ട് കോംപ്ലക്സസ് ഫോം ചെയ്യുമ്പോൾ മെറ്റൽ അയോണിലെ ഡി ഓർബിറ്റൽസ് 2 സെറ്റായി സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ എനർജി കുറഞ്ഞ ഡി ഓർബിറ്റലിൽ നിന്നും എനർജി കൂടിയ ഡി ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഒരു കോമ്പൗണ്ട് കളർ കാണിക്കുന്നത്. അതിനെ നമ്മൾ ഡി ഡി ഇലക്ട്രോണിക് ട്രാൻസിഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു കോമ്പൗണ്ടിൽ വിസിബിൾ ലൈറ്റ് പതിക്കുമ്പോൾ ലോ എനർജി ഡി ഓർബിറ്റലിൽ നിന്നും ഇലക്ട്രോൺ ഹയർ എനർജി ഡി ഓർബിറ്റലിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. വിസിബിൾ ലൈറ്റിലെ ഏത് കളറാണോ അത് അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറിലാണ് ആ കോമ്പൗണ്ട് അപ്പിയർ ചെയ്യുന്നത്. സോ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കോമ്പൗണ്ട്സിന് കാരണം ഡി ഡി ഇലക്ട്രോണിക് ട്രാൻസിഷനാണ്. ഒരു മെറ്റൽ അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D0 അല്ലെങ്കിൽ D10 ഈ 2 കോൺഫിഗറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ കോൺഫിഗറേഷനുള്ള മെറ്റൽ അയോൺസിലും ഡി ഡി ഇലക്ട്രോണിക് ട്രാൻസിഷൻ പോസിബിളാണ്. സോ അത്തരം അയോൺസ് കളേർഡ് ആയിരിക്കും. നമുക്കിവിടെ ചോദ്യം വരാറുണ്ട്, ക്ലാസിഫൈ ദ ഫോളോയിങ് അയോൺസ് ഇൻ ടു കളേർഡ് ആൻഡ് കളർലെസ്. കൺസിഡർ ടൈറ്റാനിയം 4 positive, cobalt 3 positive and zinc 2 positive. Titanium atomic number 22. Its configuration is argon 3d2 4s2. Titanium 4 positive 4 ഇലക്ട്രോൺസ് നഷ്ടപ്പെടണം. സോ ടൈറ്റാനിയം 4 പോസിറ്റീവിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർഗൺ 3d0 എന്നാണ്. ഇവിടെ ഡി ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ പോലും ഇല്ല. സോ അവിടെ പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കുകയില്ല. സോ കോമ്പൗണ്ട് കളർലെസ് ആയിരിക്കും. നെക്സ്റ്റ് കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27. ഇറ്റ്സ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3d7 4s2. കൊബാൾട്ട് 3 പോസിറ്റീവ്. ഇറ്റ്സ് കോൺഫിഗറേഷൻ 3 ഇലക്ട്രോൺസ് ലോസ് ചെയ്യണം. സോ ഇറ്റ് ഈസ് 3d6. സോ ഇവിടെ വേക്കൻ്റ് ഓർബിറ്റൽസ് ഉണ്ടാകും. സോ ലോ എനർജി ഡി ഓർബിറ്റലിൽ നിന്നും ഹയർ എനർജി ഡി ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺ പ്രൊമോഷൻ പോസിബിളാണ്. സോ കോമ്പൗണ്ട് കളേർഡ് ആയിരിക്കും. നൗ സിങ്ക് അറ്റോമിക് നമ്പർ 30 ആണ്. സോ കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 3d10 4s2. സിങ്ക് 2 പോസിറ്റീവ്, 2 ഇലക്ട്രോൺസ് ലോസ് ചെയ്താൽ 3d10. എല്ലാ ഡി ഓർബിറ്റിലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ പോസിബിൾ അല്ല. സോ സിങ്ക് 2 പോസിറ്റീവ് എന്ന് പറയുന്നത് കളർലെസ് ആയിരിക്കും. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഈസിയായി കോർഡിനേഷൻ കോംപ്ലക്സസ് തരുന്നു എന്നതാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ അടുത്ത പ്രോപ്പർട്ടി. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് ജനറലി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് തരാറില്ല. എന്നാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കോർഡിനേഷൻ കോംപ്ലക്സസ് ഫോം ചെയ്യാറുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. കൊബാൾട്ടിൻ്റെ ഒരു കോമ്പൗണ്ടാണ് CONH3 6 ടൈംസ് 3 പോസിറ്റീവ്. ഇവിടെ കൊബാൾട്ട് 3 പോസിറ്റീവ് അയോൺ NH3 അഥവാ അമോണിയ മോളിക്യൂളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അമോണിയയിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കൊബാൾട്ട് 3 പോസിറ്റീവ് ഈസിയായി അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 6 അമോണിയ മോളിക്യൂളിൽ നിന്നും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് കോർഡിനേറ്റ് ബോണ്ടുള്ള ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുവാണ്. അത്തരം കോമ്പൗണ്ട്സിനെയാണ് കോർഡിനേഷൻ കോംപ്ലക്സസ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വിശദമായി പഠിക്കാനുണ്ട്. ഇവിടെ സെൻട്രൽ മെറ്റൽ അയോൺ കൊബാൾട്ട് 3 പോസിറ്റീവാണ്. അതിന് അമോണിയ എന്ന ലിഗാൻഡിൽ നിന്നും ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കാൻ സാധിക്കുന്നത്
കൊബാൾട്ട് 3 പോസിറ്റീവ് അയോണിൻ്റെ സൈസ് കുറവാണ് എന്നതാണ്. അതുപോലെ തന്നെ ഇതിന് ഉയർന്ന പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ടും ഇലക്ട്രോൺ പെയറിനെ ഈസിയായി റിസീവ് ചെയ്യാനായി സാധിക്കും. മെറ്റൽ അയോണിന് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. ആ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസിലേക്കാണ് ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കുന്നത്. സോ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കോർഡിനേഷൻ കോംപ്ലക്സസ് തരാനുള്ള കാരണം വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഉണ്ട് എന്നതാണ്. രണ്ടാമത്തേതായി ഇതിന് വളരെ കുറഞ്ഞ സൈസാണ് മെറ്റൽ അയോൺസിന് ആണ് എന്നതാണ്. മൂന്നാമത്തെ പ്രത്യേകത അതിന് ഉയർന്ന പോസിറ്റീവ് ചാർജാണ് ഉള്ളത് എന്നതാണ്. അടുത്ത പ്രോപ്പർട്ടി, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് നല്ല കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മൾ പി ബ്ലോക്കിൽ പഠിച്ചിരുന്നു കോണ്ടാക്റ്റ് പ്രോസസ്സിൽ വനേഡിയം പെൻറ്റോക്സൈഡാണ് കാറ്റലിസ്റ്റായി ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഹേബർ പ്രോസസ്സിൽ സ്പോഞ്ചി അയൺ ആണ് കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് പൊതുവെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നില്ല. എന്നാൽ ഡി ബ്ലോക്ക് മെറ്റൽസും അവയുടെ കോമ്പൗണ്ട്സും കാറ്റലിസ്റ്റായി ആക്ട് ചെയ്യുന്നു. സോ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആർ ഗുഡ് കാറ്റലിസ്റ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കാരണം അവയ്ക്ക് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. സോ റിയാക്റ്റൻറ്റുമായി കൂടിച്ചേർന്ന് ഒരു ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് ഈ മെറ്റൽസിന് ഈസിയായി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഡി ബ്ലോക്ക് മെറ്റൽസ് ഈസിയായി കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. സോ റിയാക്റ്റൻറ്റും ഡി ബ്ലോക്ക് മെറ്റലും കൂടിച്ചേർന്ന് ഒരു അൺസ്റ്റേബിൾ കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഡി ഓർബിറ്റൽസിൻ്റെ പ്രസൻസ് ആണ് മൂന്നാമത്തെ കാരണം. വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് റിയാക്റ്റൻസിൽ നിന്നും ഈസിയായി ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കാൻ സാധിക്കും. ചിലപ്പോൾ ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺ ജോഡിയെ റിയാക്റ്റീവ് സ്പീഷീസിന് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ 3 റീസൺ ഉള്ളതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മെറ്റൽസ് ഗുഡ് കാറ്റലിസ്റ്റായി ആക്ട് ചെയ്യുന്നത്. അടുത്ത പ്രോപ്പർട്ടി, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ഡി ബ്ലോക്ക് മെറ്റൽസിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിലെ വേക്കൻ സ്പേസ് അഥവാ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഹൈഡ്രജൻ പോലെയുള്ള ചെറിയ ആറ്റംസിന് ഒക്കുപ്പൈ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ ഡി ബ്ലോക്കിൻ്റെ അടുത്ത പ്രോപ്പർട്ടി, അവ ഈസിയായി ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. കൺസിഡർ നിക്കൽ പോലുള്ള ഒരു മെറ്റലാണ് എന്ന് കരുതുക. ഇത് മെറ്റൽ ആറ്റംസ് ക്ലോസായി അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ വേക്കൻ സൈറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഉണ്ടാകും. ഈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഹൈഡ്രജൻ പോലെയുള്ള ചെറിയ ആറ്റംസിന് ഒക്കുപ്പൈ ചെയ്യാൻ സാധിക്കുന്നു. ഈ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നോൺ സ്റ്റോഷിയോമെട്രിക് ആയിരിക്കും. അതായത് ഒരു ഹോൾ നമ്പർ ഫോർമുല ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒരു എക്സാമ്പിൾ, ടൈറ്റാനിയം ഹൈഡ്രൈഡ്, അതിൻ്റെ ഫോർമുല TiH1.37 എന്നതാണ്. ഇവിടെ ഹൈഡ്രജൻ്റെ എണ്ണം ഒരു പൂർണ്ണസംഖ്യ അല്ല. അതുകൊണ്ടാണ് ഇത്തരം ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സിനെ നോൺ സ്റ്റോഷിയോമെട്രിക് ആണ് എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് പേരൻ്റ് മെറ്റലിനെ പോലെ തന്നെ ഹാർഡായിരിക്കും. ഉയർന്ന മെൽറ്റിംഗ് പോയിൻറ്റും ഉയർന്ന ബോയിലിംഗ് പോയിൻറ്റും ഉണ്ടായിരിക്കും. പേരൻ്റ് മെറ്റലിൻ്റെ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇത് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത പ്രോപ്പർട്ടി, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഈസിയായി അലോയ് ഫോം ചെയ്യുന്നു എന്നതാണ്. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി അലോയ് ഫോർമേഷൻ ആണ്. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയ അലോയ്സ് പരിചയമുണ്ട്. ബ്രോൺസ്, ബ്രാസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ്. ഇവിടെ ഡി ബ്ലോക്ക് മെറ്റൽ ആറ്റംസിൻ്റെ സൈസ് കാര്യമായ ഡിഫറൻസ് ഇല്ല. സോ ഒരു ആറ്റം മാറി അവിടെ വേറെ ഒരു ആറ്റത്തെ ഈസിയായി റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇത് കോപ്പർ മെറ്റലിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണെന്ന് കരുതുക.
ഇവിടെ കോപ്പറിൻ്റെ ക്രിസ്റ്റൽ ആറ്റസിൽ നിന്നും ഒരു കോപ്പർ ആറ്റത്തെ മാറ്റി സിങ്ക് വരുന്നുവെന്ന് കരുതുക. ഇവിടെ കോപ്പർ ആറ്റത്തിൻ്റെയും സിങ്കിൻ്റെയും അറ്റോമിക് സൈസിൽ കാര്യമായ ഡിഫറൻസ് ഇല്ല. സോ ഏതാനും കോപ്പർ ആറ്റത്തെ റീപ്ലേസ് ചെയ്ത് സിങ്ക് വന്നാൽ അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. അതിനാലാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഈസിയായി അലോയ് തരുന്നത്. ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്നും നമുക്ക് പ്രധാനമായും വരുന്ന ചോദ്യം, എങ്ങനെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിന്നും ഡിഫർ ആയിരിക്കുന്നത് എന്നതാണ്. ഫസ്റ്റ് ഡിഫറൻസ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ഉണ്ടായിരിക്കും. അവ മാലിബിളാണ്, ഡക്റ്റൈലാണ്, ഉയർന്ന തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. രണ്ടാമത്തെ ഡിഫറൻസ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു എന്നതാണ്. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കാറുള്ളൂ. മൂന്നാമത്തെ ഡിഫറൻസ്, ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസ് മിക്കവയും പാരാമാഗ്നറ്റിക് ആണ്. എന്നാൽ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും ആറ്റംസ് ഡയാമാഗ്നറ്റിക് ആണ്. അടുത്ത ഡിഫറൻസ്, ഡി ബ്ലോക്ക് മെറ്റൽ അയോൺസ് കളർ കാണിക്കുന്നു. അതേസമയം എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട്സിന് കളർ ഉണ്ടായിരിക്കില്ല. അടുത്ത ഡിഫറൻസ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഈസിയായി കോർഡിനേഷൻ കോംപ്ലക്സ് തരുന്നു. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് ജനറലി കോർഡിനേഷൻ കോംപ്ലക്സ് ഫോം ചെയ്യാറില്ല. ഡി ബ്ലോക്ക് എലമെൻറ്റ്സും അവയുടെ കോമ്പൗണ്ട്സും ഗുഡ് കാറ്റലിസ്റ്റ് ആണ്. എന്നാൽ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് കാറ്റലിസ്റ്റായി ആക്ട് ചെയ്യാറില്ല. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. എന്നാൽ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും എലമെൻറ്റ്സ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാറില്ല.